മതംഗ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചും തപശ്ചര്യ അഭ്യസിച്ചും ബ്രഹ്മജ്ഞാനം സമ്പാദിച്ചും ശബരി വളരെ കാലം അവിടെ കഴിഞ്ഞുകൂടി. മുനിമാർ ദേഹത്യാഗം ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രീരാമദർശനവും ശാപമോക്ഷവും ഉടനെ സംഭവിക്കുമെന്നും അപ്രത്യക്ഷങ്ങളും ഭൂതഭാവികളും കണ്ടറിയാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടാകുമെന്നും അവൾക്ക് ആശംസയും വരവും കൊടുത്തു. അതിന്റെ ശേഷം അവൾ ശ്രീരാമനെ കാത്ത് ദിവസങ്ങൾ തള്ളിവിടുകയാണ്. ഈ ഘട്ടത്തിലായിരുന്നു രാമലക്ഷ്മണന്മാരുടെ വനവാസം. ശ്രീരാമൻ പല ആശ്രമങ്ങളും സന്ദർശിച്ച് ഒടുവിൽ മതംഗാശ്രമത്തിലെത്തി. ശ്രീരാമന്റെ ആഗമന വാർത്തയറിഞ്ഞ ശബരി അദ്ദേഹത്തിനു വേണ്ടി ധാരാളം പഴങ്ങൾ സംഭരിച്ചിരുന്നു. രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. ശബരി അവരെ ആദരപൂർവ്വം എതിരേറ്റ് കൊണ്ടുപോയി. ഓരോ പഴവും എടുത്ത് അവ കടിച്ചു നോക്കി സ്വാദുണ്ടെന്ന് വിവേചിച്ചറിഞ്ഞ ശേഷം അതിഥികൾക്കു നൽകി. രാമഭക്തനായ ശബരിയുടെ ഉച്ഛിഷ്ടം ശ്രീരാമന് അമൃതായി തോന്നി. ശബരി ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് കുറെ തെക്കോട്ട് ചെല്ലുമ്പോൾ പമ്പ എന്ന ഒരു സുന്ദര സരസ്സുണ്ട്. അതുകഴിഞ്ഞ് കുറെ കൂടി സഞ്ചരിച്ചാൽ ഋഷ്യമൂകമെന്ന ഒരു പർവ്വതത്തിലെത്താം. ആ ഗിരിയുടെ മൂർധാവിൽ സൂര്യപുത്രനായ സുഗ്രീവൻ വസിക്കുന്നു. സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ശത്രു സംഹാരം ചെയ്യുന്നതിനും സാധിക്കും. ദേവാ, നമസ്കാരം. ഇത്രയും പറഞ്ഞ ശേഷം പരമവ്രതയായ ശബരതാപസി കണ്ണടച്ചു. പെട്ടെന്ന് അവളുടെ രൂപം മാറി അവൾ ഗന്ധർവകുമാരിയായ മാലിനി ദേവിയായി തീർന്നു. ഉടനെ തന്നെ ഒരു ദിവ്യ വിമാനത്തിൽ സുന്ദരനായ ഒരു ഗന്ധർവ രാജകുമാരൻ അവിടെ വന്നിറങ്ങി. അത് മാലിനിയുടെ ഭർത്താവായ വീതിഹോത്രനായിരുന്നു. ശ്രീരാമനെ വണങ്ങിയ ശേഷം വീതിഹോത്രൻ തന്റെ പ്രേയസിയെ തേരിൽ കയറ്റി ഗന്ധർവ നഗരിയിലേക്ക് കൊണ്ടുപോയതായി കമ്പരാമായണം ആരണ്യകാണ്ഡത്തിൽ പരാമർശിക്കുന്നു.